ഇത് ഡൽഹി കരൂർ ബാഹിന്റെ ഒരു കഥയാണ്. ഒരു പെണ്ണ് പിടഞ്ഞുകൊണ്ട് തന്റെ ജീവൻ വെടിഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സൂസൈഡ് ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ച കഥ. അപ്പോഴാണ് അവളുടെ ആത്മാവ് പ്രതികാര ചിന്തയോടെ തിരികെ വരുന്നത്. സമയം രാത്രിയാണ്. വിക്കി ഇന്ന് വീട്ടിൽ തനിച്ചാണുള്ളത്. അവൻ തന്റെ മുറിയിലേക്ക് ഉറങ്ങാനായി ചെന്നു. അവൻ നോക്കി, മുറിയുടെ കതക് മുൻപേ തന്നെ തുറന്നിരിക്കുന്നു. കതക് എങ്ങനെയാണ് തുറന്നത്? ഞാൻ ക്ലോസ് ചെയ്തിട്ടല്ലേ പോയത്. ഒരു മങ്ങിയ രൂപം വിക്കിയുടെ പുറകിലായി ക്രോസ് ചെയ്യുകയാണ്. അത് വിക്കിക്കും ഫീലായി. അവൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി, പക്ഷെ അവന്റെ കണ്ണിൽ ഒന്നും കണ്ടില്ല. ഒരു പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് അധികം കുറിച്ചെന്ന് തോന്നുന്നു. വിക്കി ബെഡിൽ കിടന്നുകൊണ്ട് ഫോൺ നോക്കുകയായിരുന്നു. അപ്പോഴാണ് TV തന്നെ ഓൺ ആയത്. TV എങ്ങനെ ഓണായത്? ഞാൻ ഓൺ ചെയ്തിട്ടേ ഇല്ലല്ലോ. ഇന്ന് എല്ലാം വളരെ വിചിത്രമായിട്ട് നടക്കുന്നു. വിക്കി ആ TVയെ ഓഫ് ചെയ്തു. അപ്പോഴാണ് അവനൊരു ഫോൺ കോൾ വന്നത്. ഹലോ, ആരാണത്? ഓർമ്മയുണ്ടോ? ഞാനാണ് പ്രിയ. എന്ത് പ്രിയയോ? നിന്നെ കൊണ്ട് എങ്ങനെ ഫോൺ ചെയ്യാൻ പറ്റിയത്? പ്രിയയുടെ ശബ്ദം കേട്ടതും വിക്കിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. പേടി കൊണ്ട് അവനെ വിയർത്തൊലിക്കാൻ തുടങ്ങി. വിക്കി, എന്തുകൊണ്ടാണ് നീ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തത്? വിക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് റൂമിന്റെ ഒരു മൂലയിൽ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ലൈറ്റ്സ് അണഞ്ഞണഞ്ഞ് കത്താൻ തുടങ്ങി. വിക്കി എല്ലാ വശത്തും തന്റെ ഫോണിലെ ടോർച്ച് ലൈറ്റ് കൊണ്ട് ചുറ്റി നോക്കി, പക്ഷെ ആരുമില്ല. ഇപ്പോൾ ആരോ പുറകിൽ നിന്ന് അവനെ തൊട്ടു. തിരിഞ്ഞു നോക്ക്, ഞാൻ നിന്റെ പുറകിലാണുള്ളത്. വിക്കി പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പുറകിൽ പ്രിയ നിൽക്കുകയായിരുന്നു. അവളുടെ മുഖം മുഴുവൻ രക്തം നിറഞ്ഞതായിരുന്നു. ശരീരത്തിൽ ഭയങ്കരമായ മുറിവുകൾ, എലുമ്പുകളൊക്കെ കാണുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ. പ്രിയ വിക്കിയുടെ നെഞ്ചിൽ കൈയിട്ടു. പിന്നീട് അവന്റെ നെഞ്ച് കീറി അവന്റെ ഹൃദയം പുറത്തെടുത്തു. വിക്കി അതേ സ്ഥലത്ത് മരിച്ചുപോയി. വിക്കിയുടെ വീട്ടിലേക്ക് പോലീസുകാർ വന്ന് പരിശോധിച്ചു. പക്ഷെ അവർക്ക് വിക്കിയുടെ മരണത്തിനുള്ള യാതൊരു കാരണവും അറിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഒരുപാട് ക്ഷീണിച്ച് ആ കേസ് ക്ലോസ് ചെയ്തു. വിക്കിയുടെ ശരീരം കത്തിയ ആ സ്ഥലം ഇനിയും അണഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആ സംഭവം നടന്ന് ശരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ്. രാഹുൽ മെട്രോ സ്റ്റേഷനിൽ തനിച്ചു നിൽക്കുകയാണ്. രാത്രി 11 മണിക്കുള്ള അവസാനത്തെ മെട്രോയാണ് ഇത്. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ പുറകിലായി ആരോ പിറുപിറുക്കുന്ന ശബ്ദം അവന് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാണത്? അവിടെ നിന്നും അവന് ഒരു മറുപടിയും കിട്ടിയില്ല. കുറച്ചു സമയത്തിന് ശേഷം രാഹുലിന് ആരുടെയോ കൊലുസിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എങ്ങനെയായിരുന്നെന്നാൽ, അതായത് ആ ശബ്ദം ദൂരെ ചെന്നതുപോലെ തോന്നി. രാഹുൽ ഈ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് ആകെ പേടിച്ചുപോയി. അവന്റെ ശരീരം പേടി കൊണ്ട് വിയർത്തൊലിക്കാൻ തുടങ്ങി. അവൻ ചോദിച്ചു, ആരാണത്? ധൈര്യമുണ്ടെങ്കിൽ മുൻപിലോട്ട് വരൂ. രാഹുൽ ഇങ്ങനെ പറഞ്ഞതും തന്നെ പ്രിയയുടെ ആത്മാവ് രാഹുലിന്റെ മുൻപിലായി വന്നു നിന്നു. ഇതാ, നീ വിളിച്ച ഉടനെ ഞാൻ വന്നിരിക്കുകയാണ്. പ്രിയ, എന്നെ ക്ഷമിച്ചേക്ക്, എന്നെ ക്ഷമിച്ചേക്ക്, എന്നെ വിട്ടേക്ക്. എന്റെ കയ്യിൽ പിടിച്ചോളൂ. എന്റെ കൈ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് പറ്റില്ല എന്ന് പറയല്ലേ. പ്ലീസ് വരൂ, പാർട്ടി ചെയ്യാം. രാഹുൽ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രിയയുടെ കയ്യിൽ പിടിച്ചു. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. രാഹുൽ, ഇതാ എന്റെ കയ്യിൽ പിടിക്ക്. പറ്റില്ല, പറ്റില്ല. രാഹുൽ അവിടെ നിന്നും ഓടി മെട്രോയുടെ മുൻപിൽ ചെന്ന് വീണു. അവിടെ തന്നെ അവൻ മരിച്ചുപോയി. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അവൻ പേടിച്ച് എന്തിനെയോ നോക്കുന്നത് പോലെയായിരുന്നു. ഡോക്ടേഴ്സ് അവനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പക്ഷെ അവർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. രാഹുലിന്റെ ഫാമിലി പിന്നെ അവന്റെ കൂട്ടുകാരൻ നീരജ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ സർ,
തീർച്ചയായും എൻ്റെ ഫ്രണ്ട് സൂസൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ പറയൂ, എൻ്റെ ഫ്രണ്ട് എങ്ങനെയാ ചത്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ അറിയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് നടന്നത്. ഒരാഴ്ചക്കകത്ത് വിക്കിയും രാഹുലും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചത് കണ്ടിട്ട് നീരജിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി, അതായത് പ്രിയയുടെ ആത്മാവ് തിരികെ വന്നു എന്ന്. അവൻ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് നോയിഡയിലുള്ള തന്റെ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇന്ന് നീരജിന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. പിന്നെ നീരജ് തന്റെ ചില കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീരജ് അവിടെ നിന്നും പെട്ടെന്ന് എണീറ്റ് പോയത്. എവിടേക്കാ പോകുന്നത്? വാഷ്റൂമിലേക്ക് പോകുന്നു. നീരജ് വാഷ്റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവന് അവിടുത്തെ കണ്ണടയിൽ പ്രിയയുടെ രൂപം കണ്ടത്. അവളുടെ മുഖത്ത് ചോരയും ചെളിയും ഉണ്ടായിരുന്നു. പിന്നെ മുഖത്തു നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ കറുത്തിരുന്നു. നീരജ് തന്റെ മുഖത്തെ വെള്ളം എടുത്തൊഴിച്ചു. എന്നിട്ട് കണ്ണടയിൽ നോക്കി. ഇപ്പോഴും അവന് പ്രിയയെ കാണാൻ സാധിച്ചു. പ്രിയ, നീയോ? നീരജ്, വാ, നമുക്ക് പാർട്ടി ആഘോഷിക്കാം. രക്ഷിക്കൂ. നീരജ് പേടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി വന്നു. പക്ഷേ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണു. അതുകൊണ്ട് അവന്റെ കഴുത്ത് പൊട്ടിപ്പോയി. നീരജിന്റെ കരച്ചിൽ കേട്ടിട്ട് അവരുടെ വീട്ടിലുള്ളവരൊക്കെ വന്നു. അവർ വന്നു നോക്കിയപ്പോൾ നീരജ് മരിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം പോലീസ് അവിടേക്ക് വന്നു. പോലീസ് ഈ കേസിന്റെ വിചാരണ തുടങ്ങിയിരുന്നു. അതായത് നീരജ് എങ്ങനെയാണ് മരിച്ചതെന്ന്, ഇതെന്തെങ്കിലും ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും അവനെ മനഃപൂർവ്വം കൊന്നതാണോ എന്ന്. കടന്ന 2 ആഴ്ചകളിൽ ഇത് 3ാമത്തെ കേസാണ്. ക്രിമിനൽ ഏതൊരു ആധാരവും വിട്ടിട്ടില്ല. ഇതിൽ എല്ലാവരും സൂസൈഡ് ചെയ്തതുപോലെ തന്നെ ഉണ്ട്. സാർ, എൻക്വയറി ചെയ്യുമ്പോൾ ഒരു മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രാഹുൽ, വിക്കി, നീരജ്, ആ 3 പേരും ഫ്രണ്ട്സ് ആണ്. തീർച്ചയായും ആ കൊലകാരൻ ഇവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ ടാർഗറ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ആ കൊലകാരൻ അവരുടെ അടുത്ത് പോകുന്നതിന് മുൻപ് നമ്മൾ അവരുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. യെസ് സാർ. പോലീസ് വിക്കി, രാഹുൽ, പിന്നെ അവരുടെ ബാക്കിയുണ്ടായിരുന്ന കൂട്ടുകാർ ലോകേഷിനെയും പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് കേട്ടതും പോലീസ് ആകെ ഞെട്ടിപ്പോയി. സാർ, എൻ്റെ സുഹൃത്തുക്കൾ മരണിക്കുന്നതിന് കാരണം ഏതൊരു കില്ലറുമല്ല. ഇതിന് കാരണം പ്രിയയാണ്. നിനക്ക് പ്രിയനെ പറ്റി അറിയുമോ? ആ, എല്ലാ കാര്യങ്ങളും അറിയും. എൻ്റെ അടുത്ത് ഒരു ഫോട്ടോവും ഉണ്ട്. ഇത് നോക്ക് സാറേ. ഷേടാ, 1 മാസത്തിന് മുൻപ് ഇവളല്ലേ സൂസൈഡ് ചെയ്തത്? ബിൽഡിങ്ങിൽ നിന്ന് വീണ് സൂസൈഡ് ചെയ്തത്. സത്യം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഞങ്ങൾ കാരണമാണ് സൂസൈഡ് ചെയ്തത്. പ്രിയ ഞങ്ങളോടൊപ്പമാണ് കോളേജിൽ പഠിച്ചത്. അവൾ സാധാരണ പെൺകുട്ടിയാണ്. ലെങ്തായ തലമുടി, കണ്ണാടി ഇട്ടിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഞങ്ങൾ ഫൈനൽ ഇയർ ആണ്. അവളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഷേടാ ബേബി, വരൂ, നമ്മൾ എല്ലാവരും ഒന്നിച്ച് പാർട്ടി ചെയ്യാം. നീ വളരെ ക്യൂട്ടായിട്ടുണ്ട്. നിന്റെ നമ്പർ തരുന്നോ? ഞങ്ങൾ അവളെ കാണുമ്പോൾ പാട്ടുപാടി കളിക്കും. പിന്നെ മെട്രോ സ്റ്റേഷൻ വരെ ഫോളോ ചെയ്തുകൊണ്ട് പോവും. അവൾ നാണിച്ചു, പേടിച്ചു. പക്ഷേ അവൾ ഒന്നും സംസാരിക്കില്ല. വീട്ടിലുള്ളവർക്ക് അവൾ വളരെ പേടിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റ് നടന്നാൽ വീട്ടിൽ അവളെ കോളേജിലേക്ക് അഴിച്ചില്ലാന്ന് പേടിക്കും. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ എല്ലാവற்றையும் മീറി. ഇന്ന് പറ്റില്ലെന്ന് പറയല്ലേ, ഞങ്ങളോടൊപ്പം വാ, നമ്മൾ എല്ലാവരും പാർട്ടി ചെയ്യാം. ആരെങ്കിലും എന്നെ രക്ഷിക്കേ. സാർ, പ്രിയ നിലവിളിച്ചു. പക്ഷേ മെട്രോ ശബ്ദത്തിൽ അവളുടെ ശബ്ദം കേട്ടിട്ടില്ല. ആരും അവളിനെ സഹായിച്ചിട്ടില്ല. പക്ഷേ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ അവൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ കഷ്ടപ്പെട്ടു. പിന്നെ അന്ന് രാത്രി തന്നെ മാടിയിൽ നിന്ന് വീണു സൂസൈഡ് ചെയ്തു. സാർ, ഇത് കാരണമാണ് അവൾ സൂസൈഡ് ചെയ്തത്. ഇനി അവൾ എന്നെയും കൊന്നുകളയും. എന്നെ രക്ഷിക്കൂ സാർ, എന്നെ ജയിലിലേക്കു. ഞങ്ങളുടെ അടുത്ത് ന്യായം കിട്ടാൻ സമയമെടുക്കും. ചെല്ല്, നീ ചെയ്ത തെറ്റിന് ശിക്ഷ അവൾ തന്നെ നിനക്ക് തരും. സമയം രാത്രിയായി. പോലീസ് ലോകേഷിനെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു. ഇപ്പോൾ ഞാൻ എവിടെ പോവാനാ? ആ പ്രേതം തീർച്ചയായും എന്നെ വിട്ടില്ല. ലോകേഷ് പേടിയോടുകൂടി തന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ പേടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ലോകേഷ് മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഒരേ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കൊണ്ടിരുന്നു. അതിന്റെ പ്രകാശം നേരെയായിരുന്നു. ചില സമയത്ത് മാറിയിരുന്നു. അപ്പോഴാണ് പടിക്കെട്ടിൽ നിന്നും ടക് ടക് എന്ന ശബ്ദം കേട്ടത്. അതായത് ആരോ വെറും കാലോടെ പടിക്കെട്ടിൽ കയറുന്നത് പോലെ. ലോകേഷ് പടിക്കെട്ടിൽ ടോർച്ച് ലൈറ്റ് അടിച്ചു.
ശബ്ദം സ്റ്റെപ്സിൽ നിന്നാണ് വന്നത്. പക്ഷേ അവിടെ ആരെയും കാണാനില്ലല്ലോ. അപ്പോഴാണ് ലോകേഷ് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ചുമരിൽ 2 കൈ അടയാളങ്ങൾ കണ്ടു. പിന്നെ ആ അടയാളം തന്നെ പതുക്കെ പതുക്കെ മുകളിലോട്ട് ചെല്ലാൻ തുടങ്ങി. ആരോ ആ ചുമരിൽ കേറുന്നത് പോലെ തോന്നി. കുറച്ചു സമയത്തിന് ശേഷം മെഴുകുതിരി തന്നെ അണഞ്ഞു. ഇരുട്ട് നിറഞ്ഞു. അവന്റെ കഴുത്തിൽ ഏതോ ഒരു കൈ ഉള്ളതുപോലെ തോന്നി. അവന്റെ ശബ്ദം എങ്ങനെയായിരുന്നെന്നാൽ ആരോ അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നത് പോലെ ഒരു ശബ്ദം. രാവിലെ 6 മണിക്ക് അടുത്ത വീട്ടിലുള്ളവർ കതക് പൊട്ടിച്ചു. അവിടെ നോക്കിയപ്പോൾ ലോകേഷ് സോഫയിൽ ഇരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്നു. പിന്നെ കഴുത്തിൽ നീല നിറത്തിലും കറുത്ത നിറത്തിലുമുള്ള അടയാളങ്ങൾ.